സുധാകരന്റെ വെട്ടേറ്റത് കെ.സി. വേണുഗോപാലിനാണ്. കാരണം എല്ലാം തീരുമാനിക്കുന്നത് ഞാനാണ്, എനിക്ക് മുകളിൽ ആരുമില്ല. രാഹുൽ ഗാന്ധി പോലെ എൻ്റെ കക്ഷത്തിന് അടിയിലാണ്, ഞാനാണ് ഇനി അടുത്ത മുഖ്യമന്ത്രി ആരാണ്, കോൺഗ്രസ് എങ്ങനെ പോകണം, ഏത് വഴിക്ക് പോകണം, ഏതിലൂടെ നടക്കണം, ഇരിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ട ഞാനാണ് എന്ന് സ്വയം വിചാരിച്ച് ചിന്തിച്ച് ഇരുന്ന കെ.സി. വേണുഗോപാലിനെ ഒറ്റയടിക്ക് സുധാകരൻ വെട്ടി വീഴ്ത്തി എന്ന് തന്നെ പറയേണ്ടി വരും. എന്താണ് പക്ഷേ ഈ അധ്യക്ഷ പദവിയിൽ സംഭവിച്ച ട്വിസ്റ്റ്? അല്ല, കോൺഗ്രസ്സിൽ സുധാകരനെ മാറ്റണമെന്നത് വേണുഗോപാലിൻ്റെ വലിയ ഒരു അജണ്ടയായിരുന്നു. അതിനുള്ള കാരണം വേണുഗോപാലിൻ്റെ പരിപാടികളെല്ലാം കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് ഏക തടസ്സക്കാരൻ സുധാകരനായിരുന്നു. വേണുഗോപാൽ എന്തെങ്കിലുമൊക്കെ ഉന്തിക്കൊണ്ടുവരും, ഇയാൾ തള്ളിയിടാനുള്ള ശേഷി എപ്പോഴും സുധാകരനുണ്ടായിരുന്നു. കാരണം സുധാകരൻ അങ്ങനത്തെ കരുത്തനായിട്ടുള്ള ഒരു നേതാവ് എന്ന നിലക്ക് തന്നെയാണ് വിലയിരുത്തപ്പെടുകയും അണികൾ ആ രീതിയിൽ അയാളെ ആഘോഷിക്കുകയും ചെയ്യുന്നതാണ് അതിൻ്റെ ഉള്ള സ്ഥിതി. പക്ഷേ ഇയാൾ ശരിയല്ല, ഇയാൾ ഇവിടെ ഇരുന്നാൽ താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കില്ല എന്നതുകൊണ്ട് ഇയാളെ മാറ്റാനായിട്ട് തീരുമാനിക്കും. 1. 2. കോൺഗ്രസിനകത്ത് അടുത്ത കാലത്തായിട്ട് രൂപപ്പെട്ടു വന്ന ഒരു വലിയ പ്രശ്നം, കോൺഗ്രസിൽ ക്രൈസ്തവ നേതൃത്വം എന്ന് പറയുന്നത് വട്ടപൂജ്യമായി മാറിയിരിക്കുന്നു എന്ന വിലയിരുത്തൽ. ക്രൈസ്തവർക്ക് നാഥനില്ല കോൺഗ്രസിൽ. നേരത്തെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയ ഒരു പാറയുണ്ടായിരുന്നു. ആ പാറ പോയതിന് ശേഷം പിന്നീട് ക്രൈസ്തവർ കോൺഗ്രസിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാത്ത സ്ഥിതിയിലെത്തി. എന്നുവെച്ചാൽ ഇവിടെ നിന്നൊന്നും കിട്ടില്ല, നസ്രത്തിൽ നിന്ന് നന്മയില്ല എന്ന് പറയുന്നത് പോലെ കോൺഗ്രസിൽ നിന്നിനി ക്രിസ്ത്യാനികൾക്ക് ഗുണമില്ല എന്നുള്ള തോന്നലുണ്ടാകുകയും അവർ പതുക്കെ BJPയുമായിട്ട് അടുക്കാനായിട്ട് തുടങ്ങി. അത് ഏറ്റവും പ്രകടമായിട്ട് ക്രൈസ്തവർ കാണിച്ചു കൊടുത്തത് തൃശ്ശൂരാണ്. തൃശ്ശൂർ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതിൽ നിർണായകമായിട്ടുള്ള വോട്ടെന്ന് പറയുന്നത് ക്രൈസ്തവരുടേതാണ് എന്ന് പിന്നീട് പൊളിറ്റിക്കൽ അനാലിസിസിലൂടെ വ്യക്തമാക്കപ്പെട്ടു. കോൺഗ്രസിന് അവിടെ നഷ്ടപ്പെട്ട 80,000-ലധികം വോട്ടുകളാണ് നഷ്ടപ്പെട്ടത്. ആ വോട്ട് മുഴുവനും സുരേഷ് ഗോപിക്ക് പോയി. ആ വോട്ടിൽ ബഹുഭൂരിപക്ഷവും ക്രൈസ്തവരുടേതായിരുന്നു. ഈ ഒരു വിഷയം മറച്ചു വെക്കാൻ വേണ്ടി കോൺഗ്രസ് നിരന്തരമായി ശ്രമിച്ചിരുന്നെങ്കിലും പിന്നീട് നടന്ന പല മാറ്റങ്ങളും പ്രകടമാക്കിയത് ക്രൈസ്തവർ പതുക്കെ BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം ക്രൈസ്തവരെ BJPയിൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് BJP അതിനാവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. അരമനകളിലെല്ലാം സന്ദർശനങ്ങൾ നടത്തുന്നു. അരമനയിലേക്ക് BJPയുടെ കേക്ക് പതുക്കെ ഒഴുകി ചെല്ലുന്നു. സംഭാഷണങ്ങൾ, അവരാവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി കൊടുക്കാം എന്ന് പറയില്ല. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു നല്ല ബന്ധം BJPയും ക്രൈസ്തവരും തമ്മിലുണ്ടാവും എന്ന് കരുതപ്പെടുകയും അത് ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് കാസ എന്ന് പറയുന്ന സംഘടന അതിനകത്ത് പ്രവർത്തിക്കുന്നു. ക്രിസംഖികൾ എന്ന് പറയുന്ന ഒരു വേറെ വിഭാഗം ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ BJPയിലേക്ക് ക്രൈസ്തവർ നല്ല രീതിയിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് തുടർന്നാൽ കോൺഗ്രസ് കേരളത്തിൽ തീർന്നു എന്ന് കൃത്യമായിട്ട് വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനൊരു മാറ്റം വരുത്തണമെന്ന് അവർ തീരുമാനിക്കുന്നത്. അപ്പോൾ 2 ആഗ്രഹങ്ങളാണ്. ഒന്ന് വേണുഗോപാലിൻ്റെ ഒരു ആഗ്രഹം, മറ്റൊന്ന് കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള അവരുടെ ഒരു ആസ്പയർ അതാണ്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റി. അപ്പോൾ സുധാകരനെ മാറ്റുമ്പോൾ വേറെ ഒരു വിഷയം, ഇതൊരു സാമുദായിക സംഘടന കൂടിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. സാമുദായിക എക്വിലിബ്രിയത്തിലാണ് നിലനിന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട തൂണുകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ഈഴവർ, നായന്മാർ. അപ്പോൾ ഇവരെയൊക്കെ ഒരു പ്രത്യേക തരത്തിലൊക്കെ പാക്ക് ചെയ്താണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഈ വിഷയം വരുന്നത്. ഇപ്പോൾ ഈഴവരെല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കാനായിട്ട് വിടുന്നു. കാരണം എന്താണ്? ഈഴവരെ തഴയുന്നു, ക്രിസ്ത്യാനികളെ പ്രീണിപ്പിക്കുന്നു. ഇതും ഇതിനകത്തുള്ള ചർച്ചയുടെ ഒരു ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തു വന്നൊരു പ്രോസസ്സാണ്. കാരണം MLA ആകെ നോക്കുമ്പോൾ അതിനകത്ത് ആകെ ഒരു 7 MLA മാത്രമുള്ളത്. നമ്മുടെ ഈ തൃപ്പൂണിത്തുറയിലെ K. ബാബു എന്ന് പറയുന്ന MLA ആണ്. ബാക്കി ആരും അതിനകത്തില്ല. ഇതൊക്കെ പെട്ടെന്ന് പറയുമ്പോൾ R. ശങ്കറിനെ പോലെയുള്ള വലിയ നേതാക്കൾ ഉണ്ടായിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. R. ശങ്കർ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു, ഈഴവരുടെ പ്രതീകമായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈഴവരെ അതിൻ്റെ അകത്ത് ബഹളങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒരു പരിഹരിക്കാനായിട്ടുള്ള ശ്രമം എന്ന നിലക്ക് അവസാനം സഭാ മേലധ്യക്ഷന്മാരുമായൊക്കെ സംസാരിച്ച് സഭയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ആൻ്റണിയെ കൊണ്ടുവരികയാണ് ചെയ്തത്. ഒരു പേരും കൂടി അതിൻ്റെ കൂട്ടത്തിൽ വെച്ച് സണ്ണി ജോസഫ്. അപ്പോൾ ഈ 2 പേരിൽ ഒരാൾ എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൻ്റണി തന്നെയാവും
ആൻ്റോ ആൻ്റണി ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് വരും, KPCC പ്രസിഡന്റ് ആൻ്റോ ആൻ്റണിയാണ് എന്ന് പറഞ്ഞ തരത്തിൽ വേണുഗോപാൽ വാർത്ത കേരളത്തിലേക്ക് ചോർത്തി. അപ്പോൾ ഇവിടെ നിന്ന് മുരളീധരൻ എന്ത് ചെയ്ത്, KPCCയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ കണ്ടാലെങ്കിലും തിരിച്ചറിയുന്ന ആളുകളായിരിക്കണ്ടേ. ആൻ്റോ ആൻ്റണിനെ ആരറിയാമെന്നാണ് ഞാൻ ചോദിച്ചത്. ഇയാളുടെ ഫോട്ടോ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആൻ്റോ ആൻ്റണി ആണെന്ന് പറഞ്ഞാൽ പോലും ആളുകൾ മനസ്സിലാക്കില്ല എന്ന് പറഞ്ഞ് അത്രമാത്രം വലിയ ട്രോളിറക്കി അയാളെ നാറ്റിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവസാനം വീണ്ടും ചർച്ചകളും ബഹളങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എന്തായാലും മാറ്റണമല്ലോ. അവസാനം മാറ്റാൻ തീരുമാനിച്ചു. ഇപ്പോൾ സുധാകരനായിട്ട് സംസാരിച്ച സമയത്ത് സുധാകരൻ അവസാനം ചെയ്ത ഒരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് രോഗമുണ്ടെന്നുള്ളത് ശരിയാണ്, ഇയാൾക്ക് മറവി രോഗമുണ്ടെന്നൊക്കെ പറഞ്ഞാണ് അവർ പരുത്തിയത്. എല്ലാവരും ഇങ്ങനെ പറഞ്ഞു അവസാനം സുധാകരൻ മറവി രോഗക്കാരനായി മാറി. അയാൾക്ക് ഭയങ്കര ദേഷ്യം കയറുകയും എന്നെ രോഗിയാക്കി മൂലക്കിരുത്താനായിട്ടുള്ള ശ്രമം കുറേ ആളുകൾ നടത്തുന്നുണ്ട്, അത് നടക്കില്ല, ഞാൻ മാറില്ല എന്ന് പറഞ്ഞ് കട്ടായം പിടിച്ചു. അങ്ങനെ അവസാനം ഈ അന്തഃപുര ചർച്ചകളിൽ തീരുമാനമെത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൻ്റോ ആൻ്റണിനെ വെട്ടുക എന്ന് വെച്ചാൽ വേണുഗോപാലിനെ വെട്ടുക, പകരം സുധാകരൻ്റെ ശിഷ്യനായിട്ടുള്ള സണ്ണി ജോസഫിനെ കൊണ്ടുവരിക എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നു. ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അതായത് KPCCയുടെ നേതൃസ്ഥാനത്ത് ക്രൈസ്തവ പ്രാതിനിധ്യം വന്നു. ആ പ്രശ്നം പരിഹരിക്കും. ഇനി ഈഴവരുടെ പ്രശ്നം പരിഹരിക്കും. അതിന് വയസ്സനായിരിക്കുന്നതായിട്ടുള്ള MM ഹസൻ, അദ്ദേഹമാണ് ഇപ്പോൾ UDFൻ്റെ കൺവീനറായിട്ട് നിൽക്കുന്നത്. അദ്ദേഹത്തെ പതുക്കെ വെട്ടിക്കൊട്ടയിലാക്കി മാറ്റി, പെട്ടിയിലടച്ച്. അതിന് പകരം അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഈഴവ നേതാവിനെ അവിടെ സ്ഥാപിച്ചു. അതുകൊണ്ട് ഈഴവരുടെ പ്രശ്നം തീർന്നു, ക്രൈസ്തവരുടെ പ്രശ്നം തീർന്നു, എല്ലാം ഹാപ്പിയായി. ഒരു ചെറിയ മുറിവ് ഉള്ളത് ആർക്ക് മാത്രമാണ്? വേണുവിന് മാത്രമാണ്, KCക്ക് മാത്രം. ബാക്കി എല്ലാ പ്രശ്നവും കോൺഗ്രസ് അങ്ങനെ ഹാപ്പിയായി. ശരിക്കും ചെറുപ്പക്കാർക്കൊക്കെ വലിയ ഇഷ്ടമായി. സണ്ണി ജോസഫ് എന്ന് പറഞ്ഞാൽ വളരെ സിൻസിയറായിട്ട് ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാളാണ്. സുധാകരന് സന്തോഷമായി, കാരണം സുധാകരൻ്റെ ശിഷ്യനാണ്. അങ്ങനെ ഏതാണ്ട് എല്ലാവർക്കും സന്തോഷമായി. വേണുഗോപാലിന് സന്തോഷമാണ്, കാരണം എന്ന് വെച്ചാൽ മാറ്റണമല്ലോ, സുധാകരനെ മാറ്റാൻ വേണ്ടി നടന്നയാളെ മാറ്റിയല്ലോ. ഈ സുധാകരൻ മുഖ്യമന്ത്രി ആകുമെന്നുള്ള ഭയമാണോ വേണുവിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്? കാരണം ഇയാൾ ഈ മുഖ്യമന്ത്രി കുപ്പായം തച്ചു വെക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായല്ലോ. അല്ല, വേണുഗോപാലിന് ഇപ്പോൾ അത്തരം പ്രശ്നങ്ങൾ കാര്യമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വേണുഗോപാലിന് തന്നെ മുഖ്യമന്ത്രിയാകാൻ പറ്റിയേക്കും എന്നാണ് വേണുഗോപാൽ കരുതിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള കാരണം ഹൈക്കമാൻഡാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ് തീരുമാനിക്കുന്നത്. അത് ഹൈക്കമാൻഡിന് പറയാൻ ഒറ്റ വാക്കുള്ളൂ, KC. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇതിനകത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഈ സുധാകരനോട് നിന്നുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കും. ഓരോ സ്ഥലത്തെ MLA ആരായിരിക്കണം മത്സരിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുമ്പോൾ ആ ലിസ്റ്റിൽ വേണു കൊണ്ടിരുന്ന കുറേ അധികം ആളുകളെ സുധാകരൻ വെട്ടിക്കളയും. അപ്പോൾ സുധാകരനെ മാറ്റി പുറത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ വേണുഗോപാൽ കൊണ്ടുവരുന്ന ആളെ വെട്ടാൻ ആളില്ല എന്നുള്ളതാണ്. നേരിട്ട് സണ്ണി ജോസഫിനെയൊക്കെ എങ്ങനെയാലും ഹാൻഡിൽ ചെയ്യാം. കാരണം എന്താണ്, അവിടെ ഡൽഹിയിൽ വിളിച്ച് പറഞ്ഞാൽ സോണിയാഗാന്ധി പറഞ്ഞാൽ എന്തും സണ്ണി ജോസഫ് ചെയ്തുകൊള്ളും എന്നുള്ള വിശ്വാസം കൂടി KCക്ക് ഉണ്ട്. അതുകൊണ്ട് KC വിചാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് കഴിയും എന്ന് അദ്ദേഹം ഇപ്പോൾ കരുതുന്നുണ്ട്. ചെറിയ ഒരു പ്രശ്നം അദ്ദേഹത്തിന് ഉള്ളിലുണ്ടെങ്കിലും അതിനെയൊക്കെ പരിഹരിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം കരുതിക്കൊണ്ടിരിക്കുന്നത്. പൊതുവെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം കോൺഗ്രസിന് നല്ലതാണ് എന്നാണ് നമുക്ക് കരുതാവുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒന്ന്, KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഈ ക്രൈസ്തവരുടെ സാന്നിധ്യം, അതേപോലെ തന്നെ അവരുടെ ഒരു സംവരണം നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. ഈഴവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, UDFൻ്റെ ജനറൽ കൺവീനർ എന്ന നിലയ്ക്ക് അവരുടെ നേതാവിനെ കൊണ്ടുവന്നിരിക്കുന്നു. കാരണം ഇതിനകത്തുള്ള എല്ലാം ജാതിയുടെ സമവാക്യങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അതേതാണ്ട് ഒരു പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ഈ പുതിയ നിർമ്മാണം കോൺഗ്രസിന് നല്ലതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക. അങ്ങനെയാണ് ഞാനതിനെ കാണുന്നത്. ഇവർക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു പൊസിഷനിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ കരുതാവുന്നതാണ്. വേണുഗോപാലിൻ്റെ ചില സ്വകാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ അതിനകത്ത് ഉണ്ടായേക്കാം. എങ്കിലും പൊതുവെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മെച്ചപ്പെട്ട റീഅറേഞ്ച്മെൻറ്റ് നടന്നിരിക്കുന്നു എന്ന് കരുതാവുന്നു.